നമസ്തേ നമസ്തേ സ്വാഗതം. നമസ്കാരം. താങ്കൾ ജയിച്ചാൽ താങ്കൾ കേന്ദ്രമന്ത്രിയാണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അപ്പോൾ കേന്ദ്രമന്ത്രിയാകാനുള്ള മത്സരമാണ് അല്ലേ? ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ സ്ഥാനമോഹം വലുതായിട്ട് വെച്ച് ഒന്നും പ്രവർത്തിക്കാറില്ല. നമ്മൾ നമ്മുടെ ജോലി എടുക്കുന്നു. ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ പാർട്ടി തീരുമാനിച്ചു, ഇവിടെ വന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ഞാൻ എല്ലാ വ്യക്തികളെയും കാണാൻ ശ്രമിക്കുന്നു. എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെപ്പറ്റി വോട്ടേഴ്സിനകത്ത് അവർക്കൊരു ക്ലാരിറ്റി വേണമല്ലോ, ഞാൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് എൻ്റെ ജോലി. നമ്മൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. കണ്ണെങ്ങനെയുണ്ട്? പറയൂ. കണ്ണെങ്ങനെയുണ്ട് ഇപ്പോൾ? പരിക്ക് കണ്ണ് ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ദിവസം കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പരിക്കാണ്. കാരണം കണ്ണിനകത്ത് എനിക്കിപ്പോൾ ഡയബറ്റീസോ അങ്ങനത്തെ ഷുഗറിൻ്റെ ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മുറിവ് എളുപ്പം പറ്റും. പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു 2 ദിവസം ഈ വെളിച്ചം അടിക്കാൻ പാടില്ല, ഇത്രേ ഉള്ളൂ വിഷയം. ഈ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റുന്നൊരു സമയത്തല്ലായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. അല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഈ സമയം തന്നെ ഇതിനിടയ്ക്ക് ആക്ച്വലി ഇന്ന് ഡ്രസ്സിങ് മാറ്റുന്നുണ്ട്, ഇത് അഴിക്കുന്നുണ്ട്, മരുന്നൊഴിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പൊടി അടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവുക, അതാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബാൻഡേജ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പരിക്ക് പോലും വിവാദമായി. ആരാണ് പരിക്കുണ്ടാക്കിയത് എന്നുള്ള ഒരു വിവാദം ഉണ്ടായ ഒരു BJP പ്രവർത്തനമാണെന്ന് പറഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പറയാമോ? പൂരത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇത് പൂരമല്ല ഇത് ആക്ച്വലി. ഇത് കുണ്ടറ ഭാഗത്ത് ഒരു ചന്തയുടെ ഏരിയയിൽ, അതായത് നമുക്ക് ഈ സ്വീകരണം ഉണ്ടല്ലോ രാഷ്ട്രീയം, നിങ്ങൾക്കും അറിയാം. പല സ്വീകരണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ എല്ലാവരും രാഷ്ട്രീയപരമായി എതിർ പാർട്ടിയെക്കുറിച്ചും എല്ലാം നമ്മൾ വളരെ രൂക്ഷമായും ഒക്കെ സംസാരിക്കും. ഈ രണ്ടാമത് ഒരു വേദിയിലോട്ട് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കൂട്ടം എല്ലായിടത്തും വരും, എല്ലാ സ്ഥാനാർത്ഥികളുടെയും എൻ്റെ എവിടെയും വന്നു. പക്ഷെ അന്ന് പതിവിന് വിപരീതമായി തിക്കും തിരക്കുണ്ടായപ്പോഴാണ് ഈ കണ്ണിലോട്ട് എന്തോ കൊണ്ടതും ഈ മുറിവുണ്ടാവുന്നതും. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം. 2 കണ്ണിൽ കൊണ്ടു കഴിഞ്ഞാൽ എനിക്കറിയില്ല ആര് ചെയ്തു. അപ്പം നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും വരാതിരിക്കുമ്പോൾ പാർട്ടിയുടെ നിർബന്ധം വന്നു, പരാതി കൊടുക്കണം. അങ്ങനെ പാർട്ടി പറഞ്ഞ നിർദ്ദേശപ്രകാരം നമ്മൾ പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തേയും അറിയുന്നു ഇതിനകത്തൊരു BJP-കാരനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് പല ചാനലിലും ഇത് വരുന്നു. അന്വേഷിച്ചപ്പോഴത്തേക്ക് അവിടെ പുള്ളിയുടെ മൊഴി പോലും എടുത്തിട്ടില്ല. ഈ പറയുന്ന വ്യക്തിയുടെ മൊഴിയുടെ പകർപ്പ് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മൊഴി എടുത്തിട്ടില്ല. എൻ്റെ വൂണ്ട് റിപ്പോർട്ട് മറ്റുമൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ട്. ഞാനും എനിക്കൊരാളെ ചൂണ്ടിക്കാണിച്ച് ഇന്ന ആളാണ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. എങ്ങനെ പറയാൻ പറ്റും? കൂട്ടമല്ലേ. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്ക് വെച്ച് വേറൊരു പ്രചരണം ഞാനിങ്ങനെ ഭാര്യ ഇങ്ങനെ അയച്ചു തരും, ഇത് വ്യാജമാണ്, ഈ നാടകം കളിക്കുകയാണ്. കാരണം അതും ശരിയാണ്. ഈ പലപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് കൈയൊടിഞ്ഞു കാലൊടിഞ്ഞു പ്ലാസ്റ്റർ ഇട്ട് നടക്കുന്നതൊക്കെ നമ്മളും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ എൻ്റെ പരിക്കാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ എഴുതി കിട്ടി. അത് തന്നെ വലിയൊരു തെളിവാണ്. കാരണം നമുക്ക് ഈ വ്യാജ പരിപാടി അല്ലെങ്കിൽ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയൊന്നും കണ്ണ് കുത്തിപ്പൊട്ടിച്ചാരും നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പരിക്ക് ഭേദമായി വരുന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടെല്ലാം മാറും. ശരി, ശ്രീ കൃഷ്ണകുമാർ, ഇപ്പോൾ കൊല്ലം എന്ന് പറയുന്നത് BJP വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലമല്ല. അവരുടെ ഒരു വികാസ് മണ്ഡലത്തിനകത്തൊന്നും വരുന്നില്ല. തിരുവനന്തപുരവും ആറ്റിങ്ങലും പാലക്കാടും പത്തനംതിട്ടയും തൃശ്ശൂരുമൊക്കെയാണ് ഒന്നാം നിര മണ്ഡലമായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മുകേഷ് പോലും ഒരു വലിയ കണ്ടസ്റ്റ് അവിടെ നടത്തുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഏകപക്ഷീയമായ വിജയം NK പ്രേമചന്ദ്രന് കിട്ടാൻ പോകുന്നൊരു മത്സരമാണോ യഥാർത്ഥത്തിൽ കൊല്ലത്തിൽ നടക്കുന്നത്? ആദ്യം താങ്കൾ പറഞ്ഞൊരു ഭാഗം ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ 1,03,000 വോട്ടാണ് BJP-ക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 3.5, ശ്രീ പ്രേമേന്ദ്രൻ്റെ പാർട്ടിക്ക് 5 ലക്ഷം വോട്ടുമാണ്. അതായത് മൂന്നാം സ്ഥാനാർത്ഥിയും ഒന്നാമത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ നോക്കിയാൽ 4 ലക്ഷത്തിൻ്റെ വോട്ട് വ്യത്യാസമുണ്ട്. സാധാരണ ഒരാൾ ഇങ്ങനൊരു സ്ഥലത്തോട്ട് വിടുമ്പോൾ തന്നെ മാനസികമായി ഒരു തളർച്ച ഉണ്ടാവും. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത് വെച്ചാൽ, നമുക്ക് സാധാരണ ഒരു കണ്ടസ്റ്റിനേക്കാൾ അസാധാരണമായ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വിജയസാധ്യത കൂടും. കാരണം ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാordinary വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു എക്സ്ട്രാordinary റിസൾട്ടും ഉണ്ടാവും. കാരണം 2 വിഷയങ്ങൾ, ഈ 2 പേർ, അതായത് വ്യക്തികളെ വെച്ചല്ല, 2 പാർട്ടിയാണ് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 2 പേർക്കും ആന്റി ഇൻകംബൻസി ധാരാളമുള്ളവരാണ്. കാരണം ഈ MP എന്ന് പറഞ്ഞാൽ കാലങ്ങളായി 2 പാർട്ടിയുടെയും ഭാഗമായിട്ട് MP ആയിട്ടിരുന്നു. ഇവിടെ കൊല്ലത്ത് ഒരു വികസനവും നടന്നിട്ടില്ല. വികസന മുരടിപ്പ് കേരളത്തിൽ തന്നെ എടുത്താൽ ഏറ്റവും മുരടിപ്പ് നടന്നിരിക്കുന്ന ജില്ലയാണ് കൊല്ലം. 2 ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെന്ന് അവരുടെ ഒരു സ്ഥാനാർത്ഥിയാണ് ശ്രീ മുകേഷ്. ഈ 2 പേർക്കും വലിയൊരു ബാഗേജുമായി നിൽക്കുന്നത്. അതേസമയം ഇവിടെ MP-യോ MLA ഇല്ലാത്ത കേരളത്തിൽ, കൊല്ലത്താണെങ്കിൽ യാതൊരുവിധ പ്രാതിനിധ്യമില്ല. എന്നിട്ടും ഏറ്റവും കൂടുതൽ വികസനത്തിന് ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഒന്ന്, ഏകദേശം 4 പതിറ്റാണ്ടോളം അടഞ്ഞു കിടന്ന ബൈപ്പാസ് 2014 വന്നപ്പോൾ, ശ്രീ നരേന്ദ്രമോദി ഭരണത്തിൽ വന്നപ്പോൾ അതിന്റെ വർക്ക് ആരംഭിച്ചു. ഇന്നിപ്പോൾ ഇതിന്റെ 4 ലൈനിങ് നടക്കുന്നു, റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം നടക്കുന്നു. ഇതെല്ലാം ജനം കാണുകയാണ്. അതുകൊണ്ട് ഇതുവരെയുള്ള MP എന്ത് ചെയ്തെന്ന് ജനങ്ങൾ വിലയിരുത്താൻ പോകുന്ന ഇലക്ഷനാണ്. ഏകപക്ഷീയ എന്നൊരു സംഭവം ഇവിടെ ഇല്ല.
മൂന്ന് പേരും നെക്ക് ടു നെക്കായി നിൽക്കുകയാണ്. താങ്ക് യു കൃഷ്ണകുമാർ. ഓൾ ദി ബെസ്റ്റ്.